ഇന്ന് ദേ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒന്ന് പട്ടാമ്പിക്ക് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം തന്നെയാണ് യാത്ര. നമ്മുടെ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നാലാണല്ലോ നമുക്കൊന്ന് പുറത്തിറങ്ങാനായിട്ട് ചാൻസ് കിട്ടുള്ളൂ. അതിന് മുന്നേ പുറത്തിറങ്ങാൻ പറ്റാണ്ടല്ല കേട്ടോ, വണ്ടി വിളിച്ച് പോരുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ദേ ലക്കി വാലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ചെടിയുടെ വളവും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടോ, അതേ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ചെടികളായിരുന്നു ഇവിടെ. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കടലാസ് പൂവൊക്കെ ഉണ്ടല്ലോ, ബോഗൻ വില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതേ ഇപ്പുറത്തെ സൈഡിലും ചെടികൾ, പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പെറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ കുഞ്ഞു കിളികളെയാണ് കേട്ടോ. പിന്നെ കുറേ തത്തമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചെടിച്ചട്ടി, അതുപോലെ സ്പ്രേ ബോട്ടിൽസ്, നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള ആ ഒരു പാത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതുപോലെ തന്നെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ചെടി തൈകൾ ഇരിക്കണുണ്ട് കേട്ടോ. വിത്ത് മുളപ്പിച്ചിട്ടുള്ളത് ചീരയുടെയും അതുപോലെ മുളകിൻ്റെയും കുമ്പളത്തിൻ്റെയും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കണ നേരത്ത് ഇതേ നമ്മുടെ ചെടിയിലൊക്കെ ഇടാനായിട്ട് കുറേ കല്ല് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതേ പെറ്റ്സിൻ്റെ ഫുഡും വേറൊരു സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ നിറയെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. കളറായിട്ട് ഇങ്ങനെ പോണ കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നാണ്. നമ്മുടെ ശ്രീകുട്ടി കുറേ നേരം അതൊക്കെ നോക്കി നടന്നു കേട്ടോ. ഞാൻ പോയിട്ട് ചെടികളാണ് നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകുട്ടി നേരെ പോയി നോക്കിയത് ഈ ഒരു ഐറ്റംസിനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവളിതൊക്കെ കണ്ടിട്ട് കിളി പോയി നിൽക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. രാത്രിയാണ് ഞങ്ങൾ പോയതെന്നുണ്ടെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പകൽ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബായിരിക്കും. പിന്നെ ഇതേ ഒരുപാട് ചെടികളുടെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ അതിൻ്റെ മേലത്തെ സൈഡിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതേ കാക്ടസ് എന്നൊക്കെ പറയില്ലേ, ഈ ഒരു മുള്ളുചെടി, ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി 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 നടന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളുടെ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് റംബൂട്ടാൻ്റെ തൈകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് കേട്ടോ. മേലേക്ക് കയറിയാലാണ് നമ്മുടെ ഈ ചെടികളൊക്കെ ഉള്ളത്. കാണാൻ എന്തൊരു അടിപൊളിയാണെന്ന് അറിയോ. ഒരുപാട് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മൾ ചവന്നാറി പൂ എന്നൊക്കെ പറയണ ആ ഒരു പൂവൊക്കെ ഇവിടെ ചട്ടിയിൽ വെച്ചിട്ട് ഇരിക്കണം. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അതേ ഒരുപാട് നമ്മുടെ പ്ലാവിൻ്റെ തൈകളും മാവിൻ്റെ തൈകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ. അപ്പം ഞാൻ അങ്ങനെ ഏട്ടനോട് പറയുമായിരുന്നു, ഇനി ഒരു ദിവസം നമുക്ക് പകൽ പോകണം, പകൽ പോയാലാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. ചെടിച്ചട്ടിയിൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കണ്ടില്ലേ. ചെടീനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ലോഡ് ചെടിയും വാങ്ങിയിട്ടേട്ടോ പോവുള്ളൂ. ഞാൻ എന്തായാലും പോയ ഗ്യാപ്പിൽ ചെടിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നോക്കി 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 നടന്നല്ലാണ്ട് വേറെ വാങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ. കുറച്ച് വളം മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലായിട്ട് കണ്ടില്ലേ, കുറേ പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ കണ്ടാണ്ടല്ലോ നല്ല അടിപൊളി ഒറിജിനൽ പൂ പോലെ തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.